നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, മണിക്കുട്ട, പ്രസാദ് ഏട്ടാ. നമസ്കാരം. നിങ്ങൾ റെഡിയാണോ? ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. വിളിക്കൂ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം ട്രിപ്പിൾ എസ് ഓജി റെഡി. വിളിക്കട്ടെ. ശ്യാം, ശംഭു, ശെൽവൻ, അടിക്കായി. സന്തോഷം എന്നാ നിങ്ങൾക്ക് എന്നോട് മുൻ വൈരാഗ്യം ഉണ്ട് എന്ന് ഞാൻ പറയും. അതല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ കല്യാണ ചെറുക്കനെ കൊണ്ട് അവിടെ ലാൻഡ് ചെയ്യിക്കാതെ നിങ്ങൾ എന്റെ ആദ്യ രാത്രി വീടിന്റെ ടെറസിന്റെ മേളിൽ കൊണ്ട് ഈ ഹെലികോപ്റ്റർ കൊണ്ടൊന്നും ഇറക്കിയത് എന്തിന്? ചാമ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് എന്റെ കുറ്റമല്ല. ഇത് പിന്നെ ഇത് വണ്ടിയിൽ ഇന്ധനം തീർന്നു പോയുടെ ചാമ, ഇന്ധനം തീർന്നു പോയി. ഇതിനകത്ത് ഇന്ധനമൊക്കെ അടിക്കൂ. പിന്നെ അല്ലാത്ത എന്തോന്ന് ഈ ഹെലികോപ്റ്ററിന്റെ വാല് പൊക്കിയിട്ട് നുള്ളി കൊടുത്താൽ ഇത് ഓടും. ഇത് ഇന്ധനം വേണം. ഇന്ധനം ഇല്ലാതെ ഇത് എങ്ങനെയാണ് പോണത്? ഇത് 25,000 രൂപ പുളിങ്കുരൂര് എണ്ണി തന്നതേ ഇതിനകത്ത് ഇന്ധനം അടിക്കാനാണ്, അല്ലാതെ ഇതിന്റെ മൂട്ടിലെ ചന്ദനം തേക്കാനല്ല. മനസ്സിലായ? എന്നാൽ കറക്റ്റ് ആയിട്ട് എന്റെ ആദ്യ ഭാര്യയുടെ വീടിന്റെ ടെറസിന് മേലെ തന്നെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യും. നിന്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവളിവിടെ കാന്തം വല്ലതും വെച്ചിട്ടുണ്ടോ? കാന്തോ? ഓ, നിന്നെ പിടിച്ചിറക്കാൻ വേണ്ടി ആകാശത്തൂടെ പറന്നു പോയ ഈ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഇവിടെ പിടിച്ചിറക്കാൻ വേണ്ടി കാന്തം വല്ലതും വെച്ചിട്ടുണ്ടോ? ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നത്. നിനക്കിപ്പോ എവിടെയാണ് പോകേണ്ടത്? അത്യാവശ്യം എവിടെയാണ്? ഈ കല്യാണ മണ്ഡപത്തിൽ പോകണം. മണ്ഡപത്തിൽ കൊണ്ടിറക്കാന്ന് എന്നെ ഞാൻ പറഞ്ഞു. സത്യം. നീ ഒരു കാര്യം ചെയ്യും, ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി നേരെ ജംഗ്ഷനിൽ പോയി ഒരു വണ്ടി വിളിച്ചങ്ങ് പോയാ പോരെ. ആ സ്റ്റെപ്പിലിരുന്ന് പത്രം വായിക്കുന്ന ആരെന്ന് അറിയാമോ? ആര്? അവൾ അച്ഛൻ. രാവിലെ 6 മണിക്ക് വരുന്ന പത്രമാണ്, വൈകുന്നേരം 9 മണിയാലും പത്രം വായിച്ച് തീരില്ല. എന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വായിക്കല്ല, പിന്നെ ഈ ഓരോരോ അക്ഷരങ്ങളെ പറഞ്ഞ് തിന്നുമായിരിക്കും. ഇങ്ങനെ സംഭവം ഉണ്ടോ? അതായത് എങ്ങനെയെങ്കിലും റെഡിയാക്കണ്ടെന്ന് പെട്ടെന്ന് ശരിയാക്കി തരാടാ. അല്ല, നിങ്ങൾ ശരിയാക്കൂല. കാര്യം എന്താണെന്നറിയാമോ? ഒരു കല്യാണ ചെറുക്കന്റെ വിഷമം ആർക്കും അറിഞ്ഞുകൂടാ. ആര്? കല്യാണ ചെറുക്കൻ. ചെറുക്കൻ എവിടേക്കണം? അല്ല, ചെറുക്കൻ ഞാൻ തന്നെ. കല്യാണ ചെറുക്കനെ പെൻഷൻ മേടിച്ച 4 പാസ്ബുക്കാണ് നീ കത്തിച്ചളഞ്ഞത്. നീ കല്യാണ ചെറുക്കൻ നീ വേറെ ആരെങ്കിലും പറ. ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കണ്ട. ശരിയാക്കി തരാം മോനെ. ഇത് ഞാൻ പറപ്പിക്കാനല്ലേ നിക്കുന്ന. പറപ്പിക്കാൻ നീ ഒന്ന് അടങ്ങടാ മോനെ. പച്ച സ്വിച്ച്, നീല 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 മഞ്ഞ സ്വിച്ച്. ഒന്ന് പറയട്ടാ. ഇത് വെപ്രാളം കാണിക്കാരിടാ. ശരിയാക്കണ്ട. പച്ച സ്വിച്ച്, മഞ്ഞ സ്വിച്ച്. അന്നാ കല്യാണം കഴിച്ചാ അണ്ണാ? പച്ച സ്വിച്ച്, നീല സ്വിച്ച്. അണ്ണാ കല്യാണം കഴിച്ചാണെന്നാണ് ചോദിച്ചത്. ഇവിടെ സ്വിച്ച് വരെ എണ്ണി തീർന്നില്ല. അതിന് മുമ്പ് എപ്പോഴാ കല്യാണം കഴിക്കണത്? പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സ്വിച്ച് എണ്ണി തീർന്നെങ്കിലേ കല്യാണം കഴിക്കാൻ സമയം കിട്ടും. ഭഗവാനെ, ഏത് നേരത്താണ് ഈ സൊനവണ്ടി വന്ന് കയറിയത്? എന്റെ ഭഗവാനെ. ചാമേ, എന്താടാ വിളിച്ച? സൊനവണ്ടിയാ? എന്റെ വണ്ടിയാ? സൊനവണ്ടിയാ? സൊനവണ്ടി സൊനവണ്ടി അല്ലേ? അമ്മ, എന്റെ ആദ്യ ഭാര്യ വരുമ്പോഴേ പാക പ്രശ്നമാവണ്ട. അവക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഭയങ്കര നാക്കാണെന്ന്. പിന്നെ ഭയങ്കര ചീത്തവിളിയും ബഹളമാണ് അതിന്റെ ആദ്യം കളഞ്ഞിട്ട് ഞാൻ പോയത്. അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ പോകണ്ടോ? അതുകൊണ്ട് അപ്പുറത്ത് 2 ഗുണ്ടകൾ താമസം ഉണ്ടായിരുന്നു. എവളെ ചീത്ത വിളി കേട്ട് അവന്മാരെ സ്വത്തും പെരേടും എല്ലാം അവളെ പേന എഴുതി കൊടുത്തു. 10 പൈസ അവന്മാർ മേടിച്ചു. അതെന്തോ തരവിളി? അത് അങ്ങനത്തെ വിളിയാണ്. പിന്നെ എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം. എന്താ കാര്യം? എന്താ? രാത്രി നമ്മൾ കിടക്കുമല്ലോ, കട്ടിൽ കിടക്കുമല്ലോ, ഇവൾ ഉറങ്ങത്തില്ല. ഓരോരുത്തരും ഉറങ്ങുന്നെന്നും പറഞ്ഞാണ് പരാതി. ഇവിടെ ഉറങ്ങത്തില്ലെന്നും പറഞ്ഞ അതും പരാതിയാ. അതല്ല, ഇവള് ചുമ്മാ വളവള സംസാരിച്ചിട്ടിരിക്കുന്നു വിളിക്കുന്നവരാ. അതിന് നിനക്കെന്ത്? എനിക്കടുത്ത് ഉറങ്ങണ്ട എണ്ണ. നീ എന്തിനടാ ഈ 2-3 ഒക്കെ കെട്ടണത്? ഉറങ്ങണമെന്നോ? ഉറങ്ങാൻ വേണ്ടി കണ്ണനൊരു മാലയ്ക്കായി. എന്താടാ എന്റെ ആദ്യ ഭാര്യയാണ് വരുന്നത്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ എണ്ണ? തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, കെട്ടാത്ത നൂലിൽ കെട്ടി തന്തരന്തരാരീരോ. ബാൻഡ് മേളക്കാർ ഇവിടെ എന്തോ പരിപാടി? അപ്പൊ പള്ളിയിലൊരു ചെറിയ പരിപാടി. അതിനിത് പാരിഷ് കാളല്ല ഇത്. അയ്യോ, ഇതെന്തോന്ന് ഹെലികോപ്റ്ററാ? എന്റെ പൊന്നമ്മച്ച, സർക്കാർ ഇന്ന് കിട്ടിയ വീടാണ്. വീട്ടിന്റെ വണ്ടിയിൽ ഹെലികോപ്റ്റർ കൊണ്ടുവച്ച എന്റെ വീട് മൊത്തം നശിപ്പിക്കാൻ പോണേ. ഇത് ഞാൻ പോണെ കൊണ്ടുപോകുന്നുണ്ട്. ഇതെന്റെ വീടാണ്. എന്റെ വീട്ടിൽ ഇവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവച്ച എന്തിന്? ഞാൻ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ടല്ലോ. അതല്ലേ
ശ്യാമേട്ട എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് കല്യാണം നടന്ന സമയത്ത് എന്നെ എന്റെ മക്കളെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം നീ വെറും ശ്യാമാണ്. യവനൊരു ലോട്ടറി അടിച്ചതിന് ശേഷം എന്നെയും വേണ്ട എന്റെ മക്കളെയും വേണ്ട കൊണ്ടു കളഞ്ഞിട്ട് പോയിരിക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ കുടുംബം അതിനകത്ത് ജീവിക്കുന്ന സമയത്ത് ഇതിന്റെ സ്വിച്ച് എവിടെ വെച്ചേക്കുന്ന നിർത്താനുള്ള അത് അറിയാന്നെങ്കിൽ ഞാൻ വേറെ പോയി കെട്ടുമായിരുന്നു. നീ ഇപ്പൊ എന്റെ വീട്ടിന്റെ മണ്ടേ കയറി വന്ന് നിൽക്കുന്നത് ജോസ് പ്രകാശ് അറിഞ്ഞ എന്ത് പറയടാ? ജോസ് പ്രകാശ് എന്ത് പറയടാ? ജോസ് പ്രകാശ് എന്ത് പറയടാ? താമ്പ്ര ജോസ് പ്രകാശ് എന്ത് പറയും? ജോസ് പ്രകാശ് എന്ത് പറയും? പുള്ളി വേറെന്ത് പറയാൻ? ആരാ ടെറസിന്റെ മുകളില് ഒരു ഹെലികോപ്റ്റർ കൊണ്ട് ഇട്ടേക്കുന്ന ജോസ് പ്രകാശ് അങ്ങനെയല്ലേ പറയുന്നത്? ഹലോ മിസ്റ്റർ. അയ്യോ എന്റെ അനിയൻ ജോസും പ്രകാശും അത് അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ എനിക്കറിയാം? എന്റെ ബാലമാമനാണ് നീ ഇവിടെ നിൽക്കുന്നത് കണ്ട നിനക്കറിയോ? ഇത്രയും താടിയുള്ള ഒരാളാണ് എന്റെ വലിയ താടിയുള്ള ബാലം. ഇത്രയും താടിയുള്ള ബാലമാമൻ ആണല്ലേ? എന്നാ ഇതിവിടെ വഹിച്ചിട്ട് ഇങ്ങനെ കുരം കളിക്കാൻ പറയാത്ത ഇവിടെ ഒരു ദ്രോഹം ചെയ്തു. എന്റെ കാര്യം പറയാൻ മനസ്സിലായി. ഇവിടെ ഏറ്റവും വലിയ ദ്രോഹം ഒരു ഭർത്താവ് സഹിക്കാത്ത ദ്രോഹമാണ്. ഞാൻ ഒന്ന് കിടന്നുറങ്ങിയപ്പോ പച്ച മണൽ വെട്ടി ഇവിടെ എന്നെ അടിച്ചമ്മ. എന്റെ സഹോദരി, അത് മോശമാണ് കേട്ടോ. ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോ മണൽ വെട്ടി അടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അത് ഞാൻ സമ്മതിക്കത്തില്ല. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും. എവിടെയാണ് കിടന്നുറങ്ങിയെന്ന് ചോദിച്ചു നോക്ക്. എവിടെയാണ് കിടന്നു? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി അടുക്കളയിൽ കിടന്നപ്പം അവൾ അറിയാതെ ചെന്ന് ചുരുങ്ങി അങ്ങ് കിടക്കുന്നു. ഞാൻ നോക്കിയപ്പം അടുപ്പണഞ്ഞിട്ടില്ല. സാമ്പാർ കിടന്ന് തിളയ്ക്കുന്നു. കൊടുത്തടി ഞാൻ അവന് കൊടുത്ത്. ഞങ്ങൾ ലോക ഉടായിപ്പാണ്. ലോട്ടറി അടിച്ചപ്പോഴാണ് എന്നെ എന്റെ 2 മക്കളെയും വേണമെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയത്. പെണ്ണ് കാണാൻ വന്നതിന്റെ അടുത്ത് ഒരു കള്ളത്തരം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചു നിനക്ക് എന്താ ജോലിന്ന്. അന്ന് ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ചേട്ടന് എന്താ ജോലി എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയാണ് ഡബ്ബിംഗ് ആണെന്ന്. ഷമ്മീത്തിലെ കണ്ടു കൂടാ. സിനിമാ ലോകമല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര വിശ്വസിക്കാം. നമ്മള് വിശ്വസിക്കണം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ? രാത്രി ഞാൻ പറഞ്ഞു ഒന്ന് ഡബ്ബിംഗ് കാണിച്ചു വരുമെന്ന് ചോദിച്ചു. തട്ടീന്റെ അടിയിൽ നിന്ന് റബ്ബർ വെട്ടണ ഒരു കത്തിയും ഒരു ലൈറ്റും എടുത്ത് എന്നെ അപ്പുറത്തെ ചാന്തച്ചേച്ചി റബ്ബർ മളയെ കൊണ്ട് ചെന്നിട്ട് വെട്ടോട് വെട്ട്. ഞാൻ ചോദിച്ചത് എന്തോന്നെന്ന്. അപ്പൊ ഇവൻ പറയണ് ഇതാണ് ടാപ്പിംഗ് എന്ന്. അത് ഒരാൾ പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഷമ്മി തിലകന്റെ വീട്ടിലാണ് എനിക്ക് ടാപ്പിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ, കല്യാണം കഴിച്ചത് അന്ന് മുതൽ ഞാൻ ഇയാളെടുത്ത് മിണ്ടിയിട്ടില്ല. മണ്ഡപത്തിൽ വെച്ച് ഞാൻ മിണ്ടിയിട്ടില്ല. ആണല്ലേ? സത്യം. അതിരാത്രി ഞാൻ മുറിക്കകത്തിരിക്കുമ്പോഴും മിണ്ടിയിട്ടില്ല. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. എന്റെ കയ്യിൽ ഒരു ഈന്തപ്പഴം തന്നു കഴിക്കാൻ. ഞാനത് കഴിച്ചു. 10 മാസം വരെ ഇങ്ങനെ എടുത്ത് ഞാൻ മിണ്ടിയിട്ടില്ല. ദൈവത്തിന്റെ തുണയാണോ ദൈവത്തിന്റെ ചൈതന്യമാണോ എന്ന് എനിക്കറിയില്ല. 10 മാസം കഴിഞ്ഞപ്പോ എന്റെ അപ്പുമോനെ എനിക്ക് കിട്ടി. എങ്ങനെയാണോ എന്തോ. ഈ ഈന്തപ്പഴം തന്നെന്ന് പറഞ്ഞില്ലേ? ഇനി ഈന്തപ്പഴത്തിനകത്ത് കുരുവിന് പകരം അപ്പമോനായിരുന്ന? അല്ല, ഞാൻ ചോദിച്ചാണ്. അല്ല, ഞാൻ അല്ല 2 വയസ്സുള്ള സമയത്ത് എന്റെ അപ്പുക്കുട്ടൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിദ്യാഭ്യാസം വിവരമില്ല. ചോദിച്ചെന്റെ മകൻ എനിക്കൊന്ന് ടൂറിന് പോണോന്ന്. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ മുറ്റത്ത് കൊണ്ടിരുത്തിയിട്ട് ഒരു ബക്കറ്റും വെള്ളം എടുത്ത് കൊടുത്തിട്ട് പറയാണ് അയക്കോ. ശ്യാമേ, നാണക്കേടല്ലേടാ. എടാ, നമുക്കിപ്പോ കൊച്ചുങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അറിവില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ആരെയും നേടിയെടുക്കണം. ഉദാഹരണത്തിന് എന്റെ വീട്ടിലൊരു ബോലോറാം എന്ന് പറഞ്ഞൊരു ബംഗാളി ഉണ്ട്. എനിക്കാണെങ്കിൽ ഇവനെ ഡീൽ ചെയ്യാൻ ഹിന്ദി ഭാഷ അറിഞ്ഞൂടാ. ഹിന്ദി അറിയാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഇവന് ദക്ഷിണ കൊടുത്തിട്ട് ഞാൻ ഹിന്ദി പഠിക്കുവാണ്. ഇപ്പൊ അറിയാം. എന്നിട്ട് നിങ്ങൾ ഹിന്ദി പഠിച്ചാ? ഇല്ല, അവൻ മലയാളം പഠിച്ചു തുടങ്ങി. നിങ്ങൾ ഒന്നും പഠിച്ചില്ല ദക്ഷിണ കൊടുത്തിട്ട്? ഞാനിപ്പോ നല്ലതുപോലെ ശംപു വയ്ക്കും, പാൻപരാഗ് ചവയ്ക്കും. ഇതെല്ലാം സഹിക്കും. 2 പിള്ളേരെ കളഞ്ഞിട്ടാണ് അവൻ ഇവിടുന്ന് പോയത്. എന്റെ മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ മൈക്കാട് പണിക്ക് പോകും. ചട്ടി കാലി വീണതാണ്ട് ഇത്രേ നീരായി. ഇവിടെ +2 പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ അവൻ പഠിച്ചോണ്ടിരുന്നപ്പം ഞാൻ തട്ടിന്റെ പണിക്ക് പോയായിരുന്നു. കമ്പി വന്ന് കാലി തട്ടി. അപ്പം മോൻ പറഞ്ഞു അമ്മ ഞാൻ ഈ +2 പോണില്ല, പഠിത്തം നിർത്താന്ന്. ചെറുക്കനെയൊക്കെ ഡിഗ്രി വരെ വിടണ്ടായിരുന്ന ഒരു പഠിത്തം പെട്ടെന്ന് അങ്ങ് നിർത്തല്ലേ. നമ്മൾ അന്നത്തെ പൈസയുടെ ബുദ്ധിമുട്ട് വല്ലതും നിങ്ങൾക്ക് എന്റെ അടുത്ത് ചോദിക്കാറ്. നിങ്ങൾ അത് ഒന്നും മനസ്സിൽ വെച്ചോണ്ടെന്ന് എങ്ങനെ അറിയുന്ന? നിങ്ങൾ എവിടെ പുളുവും കേട്ട് നിൽക്കണം. വാ തുറന്ന് അവളെ പുളിയോ പറയുള്ളൂ. എന്താ പറ്റി? അതൊക്കെ കേൾക്കണം. ഇവനെ കെട്ടണ്ടായിരുന്നു. ഇവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കൊരു പയ്യനായിട്ട് ചെറിയൊരു പ്രേമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പയ്യേ തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലുള്ള ഒരു പയ്യൻ. ചുമ്മാ പുളു ഞാനല്ല വേറെ. നല്ലതുപോലെ പാടും, കഥ എഴുതും, അഭിനയിക്കും. ആരാണ്? എന്നെ ഒരുപാട് ഇഷ്ടമുള്ള പയ്യനായിരുന്നു. അല്ല, ആര് മനസ്സിലായില്ല. കമലഹാസൻ. എനിക്ക് കുളം വരുന്ന ഇതാണ്. എനിക്ക് ഇത്രയും സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അത് ഒരു കാര്യം ചെയ്യ്. കമലഹാസൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതൊന്നും അവിടെ ചെന്ന് പറഞ്ഞാണ്. അങ്ങറ്റത്ത് നിന്ന് അങ്ങറ്റത്തോട്ട് പോകും. ഞാൻ പറയുമ്പോ ഞെക്കുമ്പോ പറയണം കേട്ടാ. റെഡി തന്നെ? എന്നെ കമലഹാസന് ഭയങ്കര ഇഷ്ടമാണ്.
ഒന്നുകൂടെ അപ്പർ സൈഡിൽ നിന്ന് പറഞ്ഞു വെക്കാം. എന്നെ കമലഹാസന് ഒരുപാട് ഇഷ്ടമാണ്. എന്തിനാ ഇങ്ങനെ ചോദിക്കണേ? ആ തള്ളല്ലേ ഇതങ്ങ് പൊങ്ങണമെങ്കിൽ പൊങ്ങട്ടെന്ന് വിചാരിച്ചു. ഞാനേ ഇതിൽ കയറി അങ്ങ് പോയെന്തെന്ന് ഇതായിരുന്നു ശരിയാക്കിയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് തന്നെ. ആര് വിളിച്ചോണ്ടിരിക്കുന്നത്? എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എവിടെന്ന്? മണ്ഡപത്തിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് പോണോന്ന്. അവന് മണ്ഡപത്തിലോട്ട് പൊക്കോളാൻ വയ്യ. നിങ്ങൾക്കറിയോ, എന്റെ പുറകെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ എന്റെ പുറകെ വന്നതാ തന്നെ. പിന്നെ 18ാമത്തെ വയസ്സിൽ ഞാൻ അമ്പലത്തിൽ ചെന്നിങ്ങനെ തൊഴുതോണ്ട് നിന്നപ്പം എവന്റെ ഒരു മാമന്റെ മോളുണ്ട്, റാക്കമ്മ. റാക്കമ്മ. അവളും ഇവനും കൂടി അമ്പലത്തിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ഇപ്പഴത്തെ കണക്കല്ലേ അന്നിത് ഉള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നിക്കിപ്പം എന്നെ കണ്ടിട്ട് ഇവളുടെ മാമന്റെ മോളുടെ അടുത്ത് കൊച്ചു കൊച്ചു റക്കമ്മ ആ പെണ്ണ് വേണോ? അങ്ങനെ വേണോന്ന്. കൊടുസായി റക്കമ്മ ആ പെണ്ണ് വേണോ? അങ്ങനെയാണ് എന്നെ കെട്ടിയത്. ഈ സമയത്ത് ഈ അമ്പലത്തില് ഈ ആലിന്റെ മൂട്ടില് ഈ AR റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി വല്ലതും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്ന? അല്ല, ഇങ്ങനെ ഒരു പാട്ട് തമിഴ്നാട്ടിലുണ്ട്. അത് അയ്യോ, അത് ഞാന് കന്യാകുമാരിയിലും മങ്കാട്ടൂലൊക്കെ പോയ സമയത്ത് കുടം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അങ്ങനെ തമിഴന്മാർക്ക് കിട്ടിയതായിരിക്കും. അതാണ്. നമുക്ക് ഉടനെ പോണ്ടേ? നമുക്ക് അവരെ കൊണ്ട് നീ പോവടാ. അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ നീ രജനിയെ നിനക്ക് അറിഞ്ഞൂടാ. രജനിയെ നിനക്ക് അറിഞ്ഞൂടാ. ആര് പറഞ്ഞേ? നിനക്ക് രജനിയെ അറിഞ്ഞൂടാ. എനിക്കറിയാം രജനിയെ. എനിക്കറിയാവുന്ന രജനി അല്ല. ഞാൻ നോക്കട്ടെ. ഇപ്പൊ മണ്ടാത്തി എത്തണം. അത്രയല്ലേ ഉള്ളൂ. നോക്കാം. കേറിക്കോ. നിങ്ങളെ പറഞ്ഞ ഈ പറഞ്ഞ അവനെ വിളിച്ചോണ്ട് പോ. അയ്യോ, വരുന്നില്ല. അതാ ഇവിടെ നിൽക്കണ. വാ കേറ്. അത് ശരി. സ്റ്റാർട്ട് ആവുന്നില്ലല്ലേ? ഒന്ന് ഞെക്ക്. ഒന്ന് ഞെക്കി. സ്റ്റാർട്ട് ആവുന്നുണ്ടോ? സ്റ്റാർട്ട് ആവുന്നില്ല. രണ്ട് ഞെക്കടാ. രണ്ട് ഞെക്കി. സ്റ്റാർട്ട് ആവുന്നുണ്ടോ? സ്റ്റാർട്ട് ആവുന്നില്ല. മൂന്ന് ഞെക്കടാ. മൂന്ന് ഞെക്കി. സ്റ്റാർട്ട് ആവുന്നില്ല. ഇല്ലേ? മൊബൈൽ ഇട്. 96 ഞെക്ക്. 96 16 ഞെക്ക്. 16 22 22 10 11 10 11 ഞെക്കിയാ. ഞെക്കി. ആട്ടോ സതീഷ് വന്നാ ട്രൂ കളറില്. എന്തിനാ ആട്ടോ വിളിച്ചിട്ട് ഇറങ്ങിപ്പോ. നീ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ മണ്ടേ കൂടെ വണ്ടി കയറ്റിക്കൊണ്ടേ പോകത്തുള്ളൂ. ഇത് എന്തോ പറയാനെന്ന് പറ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് കിടന്നാ എങ്ങനെ പോണത്? പിന്നെ അല്ലെങ്കിൽ ഇയാളങ്ങ് മറിക്കും. ഇവിടുന്ന് പോവടാ. ഞാൻ പോവൂടി. എന്റെ മക്കളെ കാണാതെ ഇവിടുന്ന് പോവടാ. ഞാൻ പോവൂടി. നീ പോവോ? ഞാൻ പോവോന്ന് പറഞ്ഞാൽ പോവും. നീ പോവോ? ഞാൻ പോവോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോയിരിക്കും. നീ പോവടാ. നീ പോവോടാ. ഞാൻ പോവോടി. നീ പോവടാ. ഞാൻ പോവോടി. നീ പോവടാ. നീ പോവോടാ. നീ പോവടാ. ഞാൻ പോവോടി. നീ പോവടാ. പോവടാ. ഞാൻ പോണോടി. പോവടാ. പോവടാ. ഞാൻ പോണില്ല. മക്കളെ കാണാതെ പോവടാ. ചോറ് കഴിക്കണടാ. ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം. അതെന്തിന്? നമ്മളെന്തിന് ശല്യത്തിന് മക്കളെത്തുന്ന ഇവിടെ? ശ്യാമേ, അപ്പൊ ഞാൻ പോവും അങ്ങോട്ട് കേട്ടോ. അല്ല, ഞാൻ പോണു. അപ്പൊ ഈ ഹെലികോപ്റ്റർ അത് ഞായറാഴ്ച വന്നിട്ട് പൊക്കാൻ നോക്കാം. പൊക്കണേ കൊണ്ടുപോവാ. അപ്പൊ ഞാനാ എൻജോയ് ചെയ്യടാ. നല്ല കൈഡി ടീം ട്രിപ്ലസിന്. നസീർക്ക സംഭവ ശ്യാം സെൽവ സെറ്റ് വിട്ടിട്ട് കൊതിയായി പോയി കേട്ടോ. ആർട്ടുകാർക്ക് ഒരു പ്രത്യേക കൈ. സത്യം കീടിന ഹെലികോപ്റ്റർ ഭയങ്കര രസമായിരുന്നു. ആ ടെറസിന്റെ മേളിൽ ആ സാധനം വന്ന് നല്ല കണ്ടന്റും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ കുറേയും കൂടെ തമാശ എൻ്റെ അകത്ത് കയറ്റും. കാര്യം ഇതിങ്ങനെ ഒത്തുകിട്ടാൻ വലിയ പാടാണ്. ഇങ്ങനെ ഒരു സാധനം ഒത്തുകിട്ടും. കാര്യം ഇത് റെയറാണ്. നമുക്ക് ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇത് ഒരു വീടിൻ്റെ മണ്ടയിൽ വന്നിട്ട് ഒരു ചെറുക്കനെ കൊണ്ട് വന്ന ഹെലികോപ്റ്റർ എണ്ണ തീർന്നിട്ട് കൊണ്ട് നിർത്തി. നല്ല സാധനമായിരുന്നു. നിങ്ങൾ അത്യാവശ്യം ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തു കേട്ടോ. പക്ഷെ കുറച്ചുകൂടെ തമാശ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പായനെ. ക്ലൈമാക്സ് നല്ലായിരുന്നു. അത് അങ്ങനെ വരുമെന്ന് നമുക്കറിയാം. ആ കൈപിടുത്തത്തിൽ അറിയാം. നമുക്ക് നേരെ താഴോട്ട് തന്നെ വരാനുള്ള എന്തായാലും നന്നായി. തമാശയുടെ ഒരു ചെറിയ കുറവ് എനിക്ക് ഫീൽ ചെയ്തു. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കണം. സാരമുണ്ട് അത് കേട്ടോ. സാരമില്ല എന്ന് പറഞ്ഞെങ്കിലും തമാശ കുറഞ്ഞാൽ അത് സാരമുള്ളതാണ്. അടുത്ത പ്രാവശ്യം തമാശ വേണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ഒരു ചിന്തയിൽ നമുക്ക് വരാത്തൊരു കൺസെപ്റ്റാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നസീർ പറഞ്ഞ പോലെ നല്ല തീമായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല ചില കൗണ്ടറുകളും ഉണ്ടായിരുന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൗണ്ടർ ആ കമലഹാസനെ കുറിച്ച് പറയുന്നൊരു സാധനമാണ്. കമലഹാസനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് പറയാം. അപ്പോൾ എനിക്ക് മനസ്സിൽ എന്താണ് ഈ കമലഹാസനെ കുറിച്ച് പറയാൻ? അല്ല, ആ തള്ളല അതും കൂടെ പോയിക്കോട്ടെ എന്ന് പറയുന്നത് ഉഗ്ര സാധനമായിരുന്നു. കൊള്ളാം. ഇത് നല്ലൊരു സ്റ്റോറി, നല്ല ശുഭപര്യാസയായിട്ട് അത് അവസാനിപ്പിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവിനോടൊരു ഇഷ്ടമുണ്ട്, ഭർത്താവിനും ഭാര്യയോടൊരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. അതങ്ങനെ അവസാനം ഫിനിഷ് ചെയ്തു. നല്ല ഫിനിഷിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. ഇങ്ങനൊരു തീം വന്നപ്പം നിങ്ങൾ ബുദ്ധിപൂർവമായി ചിന്തിച്ച് ഇങ്ങനെ ഒരു സൂപ്പർ കണ്ടന്റും കോൺസെപ്റ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കൈയടി.
ഇപ്പൊ രണ്ടാം കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഓക്കെ, പക്ഷെ ആ ഹെലികോപ്റ്റർ കൊണ്ട് ആദ്യത്തെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു കെട്ട സമയമായി പോയത്. ആഹാ നിന്റെ ഭാര്യ വല്ല മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അത് ഗംഭീര കോൺസെപ്റ്റും അത് ക്രിയേറ്റിവിറ്റിയുടെ ഹൈ ലെവലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഐറ്റം വേറെയാണ് എന്ന ഈ പ്രോഗ്രാമിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്പെഷ്യൽ സല്യൂട്ട് കൈയടിയും കൊടുത്തേ പറ്റുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഇറക്കാൻ പോണെന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ടൈറ്റാനിക് കപ്പലുകൊണ്ട് ഇറക്കോ? ഇറക്കും. പിന്നെ നമ്മുടെ കോണ്ടന്റിൽ ഒരു ടൈറ്റാനിക് കപ്പൽ ഉണ്ടെങ്കിൽ അതും അവരിറക്കാം. ഓക്കെ. പിന്നെ വീട്ടിൽ അതിഥി തൊഴിലാളി, അവനെ ഹിന്ദി പഠിപ്പിക്കാൻ കൊണ്ട് നിർത്തിയിട്ട് അവൻ മലയാളം പഠിച്ചു. അപ്പൊ നീ എന്ത് പഠിച്ചു? ഞാൻ ശംഭു നല്ലോണം ചോദിക്കും. അത് ഞാൻ പൊട്ടിച്ചിരിച്ചു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു, കളർഫുൾ ആയിരുന്നു. മൊത്തത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ സെൽവൻ ഭായ് ഈ പറയുന്ന പോലെ ഒരു ഹെലികോപ്റ്റർ അവർ ഒപ്പിച്ചു വന്നു, ഒരു ഷൂസും കൂടെ വാങ്ങിച്ചിടായിരുന്നു. ഇതായിട്ട് പറയല്ലേ, ഒരു ഷൂസും കൂടെ ഇടായിരുന്നു. എനിക്കൊരു കിടിലം പൈലറ്റ്, നല്ല ലുക്ക് ഉണ്ട്, ഭയങ്കര ലുക്കായിരുന്നു സെൽവൻ ഭായ് കാണാൻ. ഇതില് പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഔട്ട് ഓഫ് ദ ബോക്സ് ഞാൻ പറയാണ്, ഞാനും സെൽവരാജ് ഭായും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ഒരു സിനിമ അടുത്ത മാസം റിലീസ് ആവുകയാണ്. അതില് ഏതാണ് സിനിമ? ഞങ്ങൾ ഇതുവരെ ടൈറ്റിൽ ഇട്ടിട്ടില്ല. മാത്യൂസ് ആണ് നായകൻ, ജഗദീഷ് ചേട്ടനൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതിലെൻ്റെ മെയിൻ സീന് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സെൽവനും ഞാനുമാണ്. ഓ അടിപൊളി. കാരണം അതിലൊരു ഇമ്പോർട്ടൻറ്റ് സീനാണ്. ഞങ്ങളിപ്പോൾ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതുപോലെ എഡിറ്ററൊക്കെ പറയുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ പ്രേക്ഷകർ കൈയടിക്കാൻ ചാൻസ് ഉള്ളൊരു സീനാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ അടുത്ത മാസം നമ്മുടെ സിനിമയുടെ പ്രൊമോഷന് നമ്മളിവിടെ വരും കേട്ടാ ജീവ. ഉറപ്പായിട്ടും നമ്മുടെ സ്ഥലമല്ലേ. അതെ, നമ്മുടെ പടം പിന്നെ വേറെ എവിടെ പോയി പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നീവേ നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു, ഗ്രേറ്റ്. ഇതൊക്കെ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം കൗണ്ടറിന് കുറവ് അത് വേണം. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. സർ എത്ര ആരാണ് ആദ്യം കൊടുക്കുന്നത്? എത്ര രൂപ കൊടുക്കും? എത്ര മാർക്ക് കൊടുക്കും? അത് ഞാൻ കൊടുക്കാം. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ നസീർക്ക് വെച്ചു. പ്രസാദാ ഞാനും കൊടുക്കാം. അത് തന്നെ 15,000 രൂപ. 30,000 രൂപ മണിക്കൂട്ടാ കൊടുക്ക്. ഓക്കെ, അപ്പൊ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. ദാ പിടിച്ചോ. ടോട്ടൽ 70,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഓക്കെ, അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിൽ മുകളിൽ വാങ്ങിക്കുന്നു. സാർ അടുത്ത പ്രാവശ്യം ഒരു ചെറിയൊരു യാത്ര ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. നിങ്ങളിപ്പോ ഒരുമിച്ച് ആവുമല്ലോ. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം മേളയുടെ അടുത്ത സ്കിറ്റ് അടുത്ത ടീം റെഡിയാണ്. വിളിക്കട്ടെ. രാജ്പാലോടുണ്ട് നമ്മുടെ ഗ്രൂമർ വിനിൽ വെങ്കുളം, കൂടെ ദീപ്തി. ഒരു നല്ല കൈയടി, അവരിക്ക് പോരും. ഹലോ ഹലോ ഹലോ, പറഞ്ഞു ആരാണ്? ഡോക്ടറല്ലേ? അതെ, ഡോക്ടറാണ്. പറഞ്ഞോ. ഡോക്ടറെ ഞാൻ പറമ്പിന്ന് വിളിക്കുവാണ്. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാ പോരെ. ഇപ്പഴേ എന്തിനാ വിളിച്ചത്? അയ്യോ അങ്ങനല്ല, ഞാൻ തൈപ്പറമ്പിന്ന് വിളിക്കുവാ. തെങ്ങിന് തടവെടുക്കാൻ വിളിച്ചതാണോ? അയ്യോ ഡോക്ടറെ, ഞാൻ തൈപ്പറമ്പി വേണു. ഈ തൈപ്പറമ്പി വേഴ് ചേമ്പിന്റെ കിടന്ന് ഉരുളെ ചെയ്യും. ഞാനിപ്പോ എന്തോ ചെയ്യാൻ? ഡോക്ടറെ ഞാൻ അതല്ല ചോദിച്ചത്. പിന്നെ ഫ്രീ ആണോ? ഇന്ന് ഫ്രീ അല്ല. നാളെയോ? നാളെ ഫ്രീ അല്ല. നാളെ ഒട്ടും ഫ്രീ അല്ല കേട്ടോ. മറ്റന്നാളോ? മറ്റന്നാ ഫ്രീ ആണ് കേട്ടോ. മറ്റന്നാ ഫ്രീ ആണ്. ഉറപ്പാണോ? ഉറപ്പായിട്ട് ഫ്രീ ആണ്. അവിടെ വരുമ്പോ പൈസ വേണമെന്ന് പറയരുത്. എങ്ങനെ? അല്ല മറ്റന്നാ ഫ്രീ എന്നല്ലേ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, മറ്റന്നാ രാവിലെ നീ അണിഞ്ഞൊരുങ്ങി വരണം കേട്ടോ. ഞാൻ നിനക്ക് ഇവിടെ പുഴുങ്ങി വെച്ചേക്കാം. വെച്ചിട്ട് പോടാ ഓരോരുത്തന്മാര് വിളിക്കാനായിട്ട്. ഇതാര്? ഹലോ, പറഞ്ഞോ. അല്ല ഡോക്ടറെ, അതെ, ഞാൻ അവിടെ മരുന്ന് മേടിച്ച ആളാണ്. ഡോക്ടറിന്റെ എന്റെ മരുന്ന് മേടിച്ച ആളോ? എന്നിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഭാഗ്യം. മരുന്ന് മേടിച്ച ആള് പറഞ്ഞോ. ഡോക്ടറെ, ഈ മരുന്ന് കഴിച്ച ശേഷം ഇപ്പൊ ഈ വയറ്റിന്ന് പോകുന്നില്ല. നിർബന്ധമാണോ പോണോന്ന്? പിന്നെ നിർബന്ധമില്ലേ? രാവിലെ എന്തോ കഴിച്ചോ? രാവിലെ ഒന്നും കഴിച്ചില്ല. ഇന്നലെ എന്തോ കഴിച്ചോ? ഇന്നലെ ഒന്നും കഴിച്ചില്ല. മിനിഞ്ഞാന്ന് എന്തോ കഴിച്ചോ? മെനിഞ്ഞാന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല. കയ്യിൽ എത്ര രൂപയുണ്ട്? ഒരു 150 രൂപ എടുക്കാൻ കാണും. ആദ്യം ഹോട്ടലിൽ പോയി വല്ലതും മേടിച്ച് കഴിക്കുക കേട്ടോ. അനിയ ഇൻകമിങ് ഉണ്ടെങ്കിലേ ഔട്ട് ഗോയിങ് ഉള്ളു കേട്ടോ. വെച്ച ഓരോരുത്തന്മാരെ ഇത്. നമസ്കാരം, ഡോക്ടറല്ലേ?
അതെ ഡോക്ടർ. കണ്ടപ്പോ ഞാൻ കരുതി അറിയാലാണ്. പറഞ്ഞ എന്താണ് പ്രശ്നം? അത് എനിക്കത് പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആർക്കാണ്? എനിക്കാണോ പ്രശ്നം? പറഞ്ഞോ പറഞ്ഞോ. അതല്ല, ഞാന് ഈ മറ്റേ ഇതിന്റെയൊക്കെ തൈക്കാട്ടുശ്ശേരി അതല്ലേ? തൈക്കാട്ടുശ്ശേരി ഇല്ല, തൈക്കാട്ടുശ്ശേരി ലീവിലാണ്, വീട്ടിൽ പോയിരിക്കുന്നു. അങ്ങനെയല്ല, പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ബോധം കെടുത്തി. സൈക്കാട്രിസ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? അതെ 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 അതെ. പറഞ്ഞോ എന്താണ് പ്രശ്നം? പറഞ്ഞോളൂ. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഡോക്ടർ പരിഹരിച്ചു തന്നെ. ഉറപ്പായിട്ടും ഇവിടെ വന്നാൽ എന്തിനും പരിഹാരം ഉണ്ടാവും. പറഞ്ഞോ കേട്ടോ. ഇന്ന് രാവിലെ 6:30 ഞാൻ എഴുന്നേറ്റപ്പോ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന പ്രശ്നമല്ല കേട്ടോ. ഇത് സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള എന്തോ അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ 6:30 നേരം വിളിക്കുന്നത്. അങ്ങനെയല്ല ഡോക്ടറെ, ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോ അടുപ്പിരിക്കണോട്. പിന്നെ എന്റെയൊക്കെ വീട്ടിൽ ഹാളിലാണോ അടുപ്പിരിക്കുന്നത്? അടുക്കളയിൽ തന്നെ അടുപ്പിരിക്കുന്നത്. അങ്ങനെയല്ല, അവിടെ ചെന്നപ്പോ അടുപ്പുമേലിരിക്കണ്. പാത്രമോ? പാത്രമല്ല, എന്റെ കെട്ടിയോൻ അടുപ്പിന്റെ മോളിൽ കയറി ഇരിക്കണ്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആര്? അത് ചേട്ടൻ തന്നെയാണ്. അപ്പൊ ആശാൻ അടുപ്പിലും ആവാം കേട്ടോ. ഡോക്ടറെ, അങ്ങേർക്കില്ലേ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. തണുപ്പിന്റെ അസുഖമുണ്ട്. ചൂട് കിട്ടാൻ അടുപ്പിന്റെ മോളിൽ കയറി ഇരിക്കുന്നതാണ്. എന്റെ കരിയറിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കേണ്ട തണുപ്പിന്റെ അസുഖം. എന്താ സംഭവം എന്നറിയോ? തണുപ്പെന്ന് കേട്ടാലാ, തണുത്ത ഭക്ഷണ സാധനങ്ങൾ കണ്ടാലാ എന്താന്നറിയാം, ഇങ്ങനെ കോഴിത്തരിച്ചിട്ട് കൈയടിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കും. എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. ഇത് വല്ലാത്തൊരു അസുഖമാണ്. എന്റെ ചേട്ടന്റെ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി. പേടിക്കണ്ട, ഞാൻ മാറ്റി തരാം. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ബിരുദം വന്നിട്ടുണ്ടോ? ബിരുദം ഒന്നും എടുത്തിട്ടില്ല, അങ്ങനെ 8 വരെ കണ്ട് പഠിച്ചിട്ടുള്ളു. നിങ്ങൾ ഏത് വരെ പഠിച്ചു? ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ചേരും പടിയല്ലേ ചേർക്കാൻ പറ്റും. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും ചേരുവില്ല കേട്ടോ. വിളിക്ക്. അല്ല, അങ്ങനെ പെട്ടെന്ന് വരൂല, വഴക്കിട്ട് നിക്കണേ. എന്തിന്? ഞങ്ങൾ ഇങ്ങോട്ട് ഊബർ ടാക്സി വിളിച്ചിട്ടാണ് വന്നത്. ഭയങ്കര ചൂടല്ലേ ഡോക്ടറെ? ഡ്രൈവർ AC ഇങ്ങനെ ഭയങ്കര തണുപ്പ് കിട്ടാൻ വേണ്ടി കൂട്ടിയിട്ട് ആ പേരുമ്പനേക്കടെ തലയൊക്കെ തല്ലിപ്പൊളിച്ചെന്ന് ഞാൻ ചീത്ത പറഞ്ഞു. ഡ്രൈവറുടെ തല തല്ലി പൊളിച്ചു അല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ പോയി അകത്ത് AC ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാട്ടോ. അല്ല, നല്ല ചൂടല്ലേ, എന്തിനാ ഇപ്പൊ ഓഫ് ചെയ്യണ? എന്റെ തലയ്ക്ക് എനിക്ക് തന്നെ വിലയില്ലേ? അവൻ തല്ലി പൊളിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ വിളിക്കട്ടെ? വിളിക്ക് ഭർത്താവിനെ വിളിക്കേ. ചേട്ടാ ഇങ്ങനെ കയറി വാ, ഡോക്ടർ വിളിക്കണ വാ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഭർത്താവ് അല്ലേ? എന്താ വരാൻ താമസിച്ചത്? ഞാൻ ബാർബർ ഷോപ്പ് വരെ പോയിരുന്നു. എന്തിന്? ഈ മീശ ഒതുക്കാൻ. എനിക്ക് മുടി മീശ എപ്പോഴും ഒതുങ്ങിയിരിക്കണം. ഒതുക്കിയപ്പോ ഈ പാട്. അപ്പൊ ഒതുക്കുമ്പോ എന്തായിരിക്കും പാടല്ലേ? വലിച്ചഴച്ചോണ്ട് കിടന്ന്. കൊള്ളാം, നന്നായിരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ പുള്ളിക്ക് തണുപ്പെന്ന് പറഞ്ഞ അസുഖം വരും. ഇതാണ് പുള്ളിയുടെ അസുഖം അല്ലേ? അപ്പൊ തണുപ്പെന്ന് പറയാൻ പാടില്ല. ഞാനിക്ക് തണുത്ത് സംസാരിച്ച അവനെ അടിച്ചു കൊന്നാ നീ സമാനം പറയുമോ? നീ? ചേട്ടന്റെ പേര് സോമൻ എന്നാണ്. സോമനാ? പക്ഷെ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ കുളിര് സോമൻ എന്ന് പറഞ്ഞ ഇരട്ട പേരിട്ടാ വിളിക്കണം. കുളിരും സോമനും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ, നല്ല ചേരും. ഇനി വാ നീ ബാബാ, അനിക്ക് വാ, ചോദിക്കട്ടെ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ, ഇരിക്കെ. ഇത് എങ്ങനെയാണ് ഈ അസുഖം വന്നത്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാലേ നമുക്ക് ഇതിനെ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എനിക്ക് രാത്രി വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരു പെരുപ്പ. പട്ടി എടുത്തോണ്ട് പോയതായിരിക്കും. എന്തോന്ന്? ചെരിപ്പ്. പിന്നെ പെരുപ്പ്. അപ്പൊ കാലിന് പെരുപ്പുണ്ടല്ലേ? ഉണ്ട്. നോക്കട്ടെ, ആരൊക്കെ ഉണ്ട്? ഒരു കൃഷ്ണമണിയും കുറെ ഞരമ്പുകളും. പിന്നെ ഈ മൈക്കിൽ നിന്റെ അച്ഛൻ വന്ന് പറയോ? എടാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ എല്ലാവർക്കും അച്ഛനും അമ്മയില്ലേ? അച്ഛനും അമ്മയല്ല, ഈ അസുഖം വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വീട്ടിൽ വേറെ ആർക്കും ഇല്ല. ചേട്ടന് മാത്രമേ ഉള്ളൂ. ചേട്ടന് മാത്രമേ അപ്പൊ ഈ അസുഖം ഉള്ളൂ. ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് മറുപടി പറയണം, എന്നാലേ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ അസുഖത്തിന്റെ തുടക്കം ശരിക്കും എങ്ങനെയായിരുന്നു അതെന്ന് പറയട്ടെ. ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഫ്രീ ടൈമിൽ ട്രക്ക് അടിക്കും. ട്രക്ക് അടിക്കാനോ? ട്രക്കിംഗ് ഇല്ലേ? ട്രാവലിംഗ്. ഈ ഹൈ റേഞ്ചിലേക്ക് ഞാൻ ഈ ട്രക്കിങ്ങിന്. അങ്ങനെ ഞാൻ മറ്റേ സ്ഥലത്ത് പോയി. എവിടെ? ഉത്തരേന്ത്യയില്. സ്ഥലത്തിന് പേരില്ല. എവിടെ പോയി? അവിടെ പോയി. കറക്റ്റാ പറയാൻ എവിടെ പോയി? ഹിമാലയത്തിൽ പോയി. ഓ, അത് പറഞ്ഞു തുടങ്ങും അല്ലേ? ഓക്കെ. എന്നിട്ടാ ഇതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ പകുതി വഴി ചെന്നപ്പോ എനിക്ക് സംഭവം അങ്ങ് വന്ന്. ആ സമയത്ത് അവിടെ ഒരു മാമ ഇരുന്ന്. ഞാൻ മാമന്റെ ഒരു ബീഡി വാങ്ങിച്ച് വലിച്ച്. വലിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല.
പിന്നെ എന്തോ ചെയ്ത്? ഐസ് പൊട്ടിച്ചിട്ടാ പുറത്തോട്ടെടുത്ത്. ആഹാ, ഇതല്ല കരിക്ക് പൊട്ടിച്ചെടുക്കുന്നതാണ് കാണല്ലേ ഇവനെ പൊട്ടിച്ചെടുത്തത്. കണ്ട പച്ച കഞ്ചാവ് അടിച്ചിട്ട് സ്വാമിയാരടുത്ത് പോയിട്ട് എല്ലാവർക്കും വന്ന് ന്യായം പറയുന്നതാടാ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണല്ലോ. പേടിക്കണ്ട കേട്ടോ, അന്യന്റെ അസുഖം ഞാൻ എല്ലാം സോൾവ് ചെയ്ത് തരാം. വീട്ടിൽ ഈ അസുഖം കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? വീട്ടില് പ്രശ്നം ഉണ്ടാന്നാ നല്ലൊന്നാന്തര ഫ്രിഡ്ജ് തല്ലി പൊട്ടിച്ചില്ല അടുക്കള മുറ്റത്ത് കൊണ്ടിട്ടിട്ട് ഗപ്പീനെ വളർത്തണ്. അതെന്തിന്? ഫ്രിഡ്ജിൽ ഐസ് വരൂലേ? ഓക്കെ ഓക്കെ ഓക്കെ. വേറെ പ്രശ്നങ്ങളുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ഉച്ചക്ക് ചോർന്ന് കഴിയുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സിനിമ കാണാം. മമ്മൂക്കയുടെ നല്ലൊന്നാന്തര സിനിമ ആയിരുന്നു, മറ്റേ തണുത്തതാണ്ട് എന്ന് പറഞ്ഞ ഇവിടെ അതിന്റെ ഇംഗ്ലീഷ് എനിക്കറിയാൻ പാടില്ല എന്നിട്ടാണ്. ഓ, മനസ്സിലായ മനസ്സിലായ. പേരത്തിന്റെ പേര് ഞാൻ മറന്നു. എന്തിനാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു കൂളെന്നാ. ഓ, കൂൾ ഡാഡി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ എന്റെ ആങ്ങളുടെ കല്യാണം വരുന്നത് ഇയാള് വന്നൂല്ല, എന്നെ വിട്ടൂല, അറിയാമോ? വളരെ മോശമായി പോയി കേട്ടോ. എനിക്ക് ഏറ്റവും സങ്കടമുണ്ടായ കാര്യം ഇത്രയും അസുഖങ്ങളുണ്ടായിട്ടും സ്വന്തം ഭാര്യയുടെ സഹോദരന്റെ കല്യാണത്തിന് പോണമായിരുന്നു. മോശമായി പോയി സഹോദര. അത് ഞാൻ അവിടെ പോകൂല. എന്താ? എനിക്ക് അവിടെ ഇഷ്ടമല്ല, ആ സ്ഥലം ഇഷ്ടമല്ല. സ്ഥലം ഇഷ്ടമില്ലാത്ത കാരണം എന്താ? എന്റെ വീട് മഞ്ഞുമ്മലാണ്. മഞ്ഞമ്മൽ തുടങ്ങിയില്ലല്ലേ? അവിടുന്ന് ഇവനെ ഇവിടെ നിന്ന് എങ്കിലും കൊണ്ടുപോയി കളയണം കേട്ടോ. അല്ലാതെ ഇനി നിർത്തിയിട്ട് കാര്യമില്ല. ഞാന് വീട്ടിൽ നിന്ന് കോള് വന്നു ഉണ്ട് കേട്ടോ. ഹലോ, വാ മോനെ പറയടാ. പാപ്പ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ എന്താ മേടിച്ചോണ്ട് വരേണ്ടേ? ഐസ്ക്രീമോ? അറിയില്ല അവിടെ. പിന്നെന്താ വേണ്ടേ? ചോക്കോ ബാറ് മേടിക്കാം 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 മേടിക്കാം. പിന്നെ ഷാർജ ഷേക്ക് മേടിക്കാം. പിന്നെ മിൽക്കി ബാർ മേടിക്കാം. എല്ലാം എല്ലാം മേടിച്ചോണ്ട് വരാൻ കേട്ടോ. കഴിഞ്ഞ് വാ. എന്താ ചേട്ടാ കാണിക്കണത്? ഡോക്ടർ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിതാ ഡോക്ടർ, എനിക്ക് സഹിട്ടിരിക്കണേ. ഞാനൊരു കാര്യം പറയാം. ഇത് ഇവനിപ്പോ തണുപ്പെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നമ്മൾ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക. ഹോട്ടായിട്ട് അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ അസുഖം മാറത്തില്ലേ? അങ്ങനെയാണെങ്കിൽ വീട്ടിലും എന്തെങ്കിലും ഹോട്ടായിട്ട് പെരുമാറിയാ പോരെ, തീരാവുന്ന കേസല്ലേ ഉള്ളൂ. ഇതൊക്കെ അത്രേ ഉള്ളൂ. मिट्टी है तू आ मुझ में मिल जा पिया पिया. നിങ്ങൾ എന്തോന്നാണ് ഇവിടെ കിടന്ന് കുന്തളിപ്പ് കാണിക്കുന്നത്? അതെ, എനിക്കൊരു സെക്കൻഡ് ആലോചിക്കാൻ സമയം തരുമോ? എന്താ ആലോചിക്കണം? മരുന്നിന്റെ കാര്യമാണോ? അല്ല, ഞാൻ നിങ്ങളെ ഡാൻസ് മെമ്മറിയിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, അതവിടെ സ്റ്റോറായി കിടന്നോളാം. പിന്നെ സഹോദരി, ഞാനൊരു കാര്യം പറയാം. എന്താ ഡോക്ടറെ? ഇവന്റെ അസുഖം വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം. ഇവനെ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പറഞ്ഞു വിട്ടൂടെ? അയ്യോ, അത് പറയാൻ മറന്നേ. എന്റെ ആങ്ങളുടെ ഒരു കൂട്ടുകാരൻ വഴി ഗൾഫിൽ ഒരു പണി ശരിയാക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യം. കാരണം ഗൾഫിലാകുമ്പോ അവിടെ ചൂടല്ലേ? ചൂടാണ്. അപ്പൊ അങ്ങനെ കയറ്റി വിടണം. അതാണ് ഗൾഫിൽ പറഞ്ഞു. അതെന്താണ് ഇവ ഗൾഫിൽ പോവാത്ത? ചേട്ടൻ പ്ലെയിൻ്റെ അകത്ത് കയറണമെങ്കിൽ പ്ലെയിൻ്റെ അകത്ത് AC ഓഫ് ചെയ്യണമെന്ന്. തന്നെടാ, നീ മാങ്ങാത്തലേന് ഒരാൾക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാരും കൊട്ടച്ചൂടത്ത് പോണല്ലേ? ഇത്രയും നേരം നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിന് വ്യക്തമായിട്ടൊരു ചികിത്സ തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം ചോദിച്ചത്. ഇത് നിസാരം ഒരു ഇഞ്ചക്ഷൻ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്റെ കയ്യില് അതിനുള്ള മരുന്ന് ഞാൻ എല്ലാം ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ ഇവന്റെ പരിപാടിയൊക്കെ തീർത്ത് തരാം. ഇനി വാ, നിനക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ അല്ല, കയ്യില്. ചെറിയൊരു വേദനയുള്ളൂ, ഒന്ന് സഹിച്ചിരുന്നോണം കേട്ടോ. എത്രയേ ഉള്ളൂ. തീർന്ന് 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 കേട്ടോ. തീർന്ന് അത്ര പ്രശ്നമേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു 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 എടി ഒരു തൊട്ടി ഇറച്ച് വാങ്ങിച്ചോണ്ട് വാടി. ഒരു പുല്ലുമില്ല. എന്തേടി? എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല, മാറി. ഡോക്ടറെ ഇല്ല, നോക്ക് ഡോക്ടറെ, എന്റെ ചേട്ടൻ നല്ല പുലി പോലെ നിൽക്കണ, ഒരു കുഴപ്പമില്ല. ഡോക്ടറെ ഡോക്ടറെ അയ്യോ ചേട്ടാ, തേങ്ങരാൻ അങ്ങനില്ല. ഡോക്ടറെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് തിരിച്ചടിക്കും. എന്തോന്ന്? ഇനി ഈ തണുപ്പ് ഇവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് കയറി തുടങ്ങും. ആർക്ക്? ഈ ഡോക്ടർക്ക്. അങ്ങനെയാണ് സാധാരണ ഇങ്ങനത്തെ കണ്ടന്റിന്റെ ക്ലൈമാക്സ്. സാധാരണ നമ്മൾ നീ എടുത്തു നോക്ക്, എല്ലായിടത്തും ഇങ്ങനെയാണ് വരാൻ പോണത്. ഡോക്ടറെ തണുപ്പടിക്കുന്നില്ല ഡോക്ടറെ? കോപ്പാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു 10 ഐസ്ക്രീം മേടിച്ചോണ്ട് തന്നാലും ഞാനിപ്പോ പട്ടി നക്കി കുടിക്കുന്നതൊക്കെ ഇവിടെ നക്കി കുടിച്ച് തീർത്ത് തരാം കേട്ടോ. തീർന്നു ഡോക്ടറെ. എന്നാ പിന്നെ ഞാൻ ഇവളെ കൊണ്ട് പോട്ടെ.
ഇനി ധൈര്യമായിട്ട് ഇതാ തിരിച്ചു പറയാം. ഗംഗയുടെ നകുലിനെ തന്നേക്കുന്നു, കൊണ്ടുപോയിക്കോ. പിന്നെ ഒരു കാര്യം, ഇനി വീട്ടിൽ ചെന്ന് സന്തോഷമായിട്ട് ജീവിക്കണം. ഇനി നിന്റെ തണുപ്പിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി ജീവിതത്തിൽ നീ ഹോട്ടായിട്ട് ജീവിക്കണം കേട്ടോ. ഡോക്ടറെ, ഞാൻ ഇനിയുള്ള ജീവിതം, എന്റെ ജീവിതം ഞാൻ നല്ല അടിപൊളി എനർജി ആയിട്ടാണ് ജീവിക്കും. എന്റെ 4 മക്കളാണ് സത്യം. നേരത്തെ 3 മക്കളൊന്നും അല്ലേടാ പറഞ്ഞത്. ഇനി അങ്ങോട്ട് ഹോട്ടല്. നല്ല കൈഡി വരട്ടെ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. പ്രസാദേട്ടാ, ഈ മിമിക്രി ഫീൽഡിൽ ഒരുപാട് തരം അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ. പണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് മണിമാനിയ. എന്ത് പറഞ്ഞാലും കലാഭമണിയുടെ പാട്ട് പാടും. പക്ഷെ ഇത്തരത്തിലൊരു അസുഖം സ്റ്റേജിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. തണുത്ത അസുഖം. അത് മാത്രമല്ല, ആ ആക്ഷൻ ഉണ്ടല്ലോ, ഗംഭീരമുണ്ട് കേട്ടോ പാലോടിന്റെ. അത് നന്നായിട്ട് അവസാനത്തെ ആ തണുപ്പിന്റെ ആ ഫോൺ വിളിക്കുമ്പോൾ ആ ചുറ്റിക്കളി ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീര ആക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ടോട്ടലി നല്ലതായിരുന്നു. എങ്കിലും ഞാൻ ഫസ്റ്റ് അതിനെപ്പറ്റി കോൺസെൻട്രേറ്റ് ചെയ്തേ ഉള്ളൂ. പെർഫോമൻസ് എല്ലാവരും, ഡോക്ടർ ഒരു വെറൈറ്റി ടൈപ്പ് ഡോക്ടറായിരുന്നു. സാധാരണ ഈ ഫീൽഡിൽ കാണിക്കുന്ന പോലത്തെ ഡോക്ടറല്ല, അതിനൊരു സ്റ്റൈലുണ്ടായിരുന്നു. ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കോട്ട. പേഷ്യൻസിനെയൊക്കെ വളരെ സത്യസന്ധമായും വളരെ ആഴത്തിലും മനസ്സിലാക്കിയ ഒരു സൈക്കാട്രിസ്റ്റിനെ ഇന്നിവിടെ കാണാൻ സാധിച്ചു. വിനിൽ ഭായ്, നിങ്ങൾ ഈ ക്യാരക്ടർ പിടിച്ച രീതി ഉണ്ടല്ലോ, അത് ഗംഭീരമായി. ചില സമയങ്ങളിൽ നമ്മൾ വലിയ വലിയ കലാകാരന്മാരെ, നടന്മാരെ പറ്റി മറ്റുള്ള നടന്മാർ പറയാറ് അവരുടെ വിരലുകൾ വരെ അഭിനയിച്ചു എന്നുള്ളത്. നിങ്ങളുടെ ഇന്ന് വിരലുകൾ വരെ, ഒരു സൈക്കാട്രിസ്റ്റ് ആകുമ്പോഴത്തേന് ഇവർ കൂടുതൽ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ അതേ നഖം തൊട്ട് മുടി വരെ അഭിനയിച്ചു എന്നൊക്കെ പറയില്ലേ, അത്ര ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. രാജേഷ് ഭായ് ഗ്രൂമറാണ്, അത് എടുത്ത് വെച്ചു, അത് പറഞ്ഞതല്ല. പക്ഷേ ഇങ്ങനൊരു ഇത് വന്ന സമയത്ത് അത് കയറുകയും ആ പെർഫോമൻസ്, കാരണം ഈ ഇപ്പം തണുപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് മനുഷ്യന്മാർ ഇങ്ങനെ കാണിക്കാം, പക്ഷെ ലാസ്റ്റ് 2 കൈയൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, അതൊരു ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ മെയ്യും മനവും കൊടുത്ത് അഭിനയിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബ്രില്യൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് 2-3 ദിവസം തണുപ്പെന്ന് പറയുമ്പോൾ രാജേഷ് ഭായ് അത് കാണിച്ചില്ല. അപ്പോൾ എനിക്ക് വിഷമമായി, എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമമായി. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒരാളൊരു തണുപ്പിൻ്റെ എക്സ്ട്രീം കാണിക്കുന്നു, ഒരാളൊരു സൈക്കോട്രിസ്റ്റിൻ്റെ ഒരു എക്സ്ട്രീം കാണിക്കുമ്പോൾ ഈ 2 നിർത്താനൊരു നൂല് വേണം. അതുപോലെ മനോഹരമായിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ദീപ്തിയുടേത്. നിങ്ങളുടെ 3 പേരുടെ പെർഫോമൻസ് കൊണ്ട് ഈ സ്കിറ്റ് ഗംഭീരമാക്കി മാറ്റി. താങ്ക് യു. നസീർക്ക, നന്നായിരുന്നു, കൊള്ളാം. പിന്നിൽ ഒരു ചേഞ്ച് ഞാൻ നേരത്തെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചായിരുന്നു. സ്ഥിരം വരുന്ന ക്യാരക്ടറും സ്ഥിരം വരുന്ന സ്ലാങ്ങും എന്നൊക്കെ മാറിയിട്ട് വേറൊരു ക്യാരക്ടർ പിടിച്ചാൽ ചെയ്യാൻ പറ്റും. കാര്യം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആകുമ്പം നമുക്ക് ഒരുപാട് ചേഞ്ച് ചെയ്തുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വിനിലെടുത്ത ഈ ഒരു തീരുമാനം നന്നായിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായി. അത് ആ തുടക്കം മുതൽ അവസാനം വരെ ആ മാനറിസം തന്നെ കീപ്പ് ചെയ്തു. പിന്നെ രാജേഷ് പാലോടാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇതിൽ ചെയ്തെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്തു. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ ടീമുകളെല്ലാം ഫില്ലായി. അപ്പോൾ സ്കിറ്റുകളെല്ലാം നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ ഇവർക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇവർ ഓണായിട്ടൊക്കെ വന്നിട്ട് സ്കിറ്റ് കളിക്കുന്നത്. അപ്പം ഞാൻ കളിക്കാന്ന് പറഞ്ഞു. ഓണമായതുകൊണ്ട് നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കണം. പക്ഷെ ആ സമയത്ത് നമുക്ക് വന്ന ആർട്ടിസ്റ്റുകളെ വിഷമിപ്പിക്കാതെ അവർക്ക് വേണ്ടി കയറി ചെയ്തില്ലേ, അതാണ് ഗ്രൂമേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു സ്കിറ്റായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ 3 പേരിലുണ്ട്. ദീപ്തി ഓൾറെഡി ഇവിടെ പല ടീമിന്റെ കൂടെയും ദീപ്തി അല്ലാതെയൊക്കെ ചെയ്യുന്നതാണ്. ദീപ്തിനെ നമുക്കറിയാം. നിങ്ങൾ വന്ന ചേഞ്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ദീപ്തിയുടെ ഒരു റൊമാൻറ്റിക് പെർഫോമൻസ് നടത്തി ഇവിടെ, അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ഡോക്ടർ തലേ ഫീഡ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനി പറഞ്ഞ് ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കളയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്നാ ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? ഞാനൊരു 13,000 രൂപ കൊടുക്കുക. 13,000 രൂപ. ഞാനൊരു 15 രൂപ വന്നിരിക്കും. 28,000 രൂപ. പ്രസാദ് അയച്ചോ? അയക്കട്ടെ. അയച്ചോ. ടോട്ടൽ 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പോ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ. ഈ ടീം ഇട്ടപ്പോഴത്തേക്കും പിന്നെ അർജുൻ സാർ ഇന്നിപ്പം സ്കിറ്റിന്റെ വർക്കും കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറുന്നതിന് സാറിനടുത്ത് ചോദിച്ച്, സാറ് കളിക്കണം, ഇത് കളിച്ചേ പറ്റൂ, കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തന്നു. അങ്ങനെയാണ് കയറി കളിച്ചത്. അർജുൻ സാർ എന്ന മോട്ടിവേഷൻ മലയാളത്തിലായിരുന്നോ ഇംഗ്ലീഷിലായിരുന്നോ? പച്ച മലയാളത്തില്. നല്ലൊരു കൈ കൊടുത്താട്ടെ. അവര് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ഓക്കെ. ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നീ കാണണ്ടേ.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് നമ്മുടെ ഓണമാണ്, ഓണസദ്യ കഴിക്കണം. ഇന്ന് എന്തെല്ലാം വിശേഷങ്ങളല്ലേ ഇവിടെ. പിന്നെ ഒരു കാര്യം വന്നേ, ഞാൻ എപ്പോഴും നിന്നോട് പറയണമെന്ന് ആലോചിക്കുക. നീ എല്ലാ വർഷവും ഓണത്തിന് എന്തെങ്കിലുമായിട്ട് അലമ്പുണ്ടാകും. ഈ ഓണത്തിനെങ്കിലും ദയവ് ഇത് വഴക്കുണ്ടാക്കരുത്. നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കണം. ഓണം അടിച്ചു പൊളിക്കണം. അത് മതി. പിന്നെ ഓണായിട്ടേ ഞാൻ ചേട്ടനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? സമ്മാനം എന്താ? മോതിരം. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ അമ്മൂന് എന്താ സമ്മാനം കൊണ്ടുവന്ന് ചോദിച്ചോ? എന്താ? അടിപൊളി സമ്മാനം. നീ കണ്ടാ ഞെട്ടും. നീ വാ. ഓണസമ്മാനമാണ്. കിട്ടിയില്ലേ? വിളിച്ചെണ്ണ. അതാണ് ഞാൻ പറഞ്ഞില്ലേ. അല്ല, എന്റെ അമ്മൂനൊരു ഓണസമ്മാനം തരുമ്പോ എന്തായാലും വളരെ റിസ്ക് എടുത്താണെങ്കിലും ഞാൻ തരും. അതെന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ നമ്മുടെ സഹദേവന്റെ കടയിൽ അവിടെ പോയി മേടിച്ചോ. അവിടെ ചെന്നപ്പോഴേ ആൾക്കാരെല്ലാം കൂടി 1 കിലോ വെളിച്ചെന്ന് പറഞ്ഞപ്പോ എന്നെ തന്നെ നോക്കണിങ്ങനെ. എന്നിട്ട് എന്നെ അങ്ങനെ അവിടെ കസേരയെ പിടിച്ചിരുത്തി ഒരു ചായയൊക്കെ മേടിച്ചു തന്ന് ഈ 1 കിലോ വെളിച്ചെണ്ണ നിന്നിട്ട് എന്നെ ഒറ്റയ്ക്ക് വിട്ടില്ല. ആരെങ്കിലും അടിച്ചോണ്ട് പോകുമല്ലോ, അത് കാരണം 2 പേരെ കൂട്ടിയാണ് ഇവിടം വരെ വിട്ടത്. അതെ, ഞാൻ പപ്പടം മറത്തോട്ടെ? പപ്പടം മറക്കല്ലേ, പപ്പടം മറക്കല്ലേ. ഇത് നമ്മൾ അത്യാവശ്യം വേണമെങ്കിൽ ഈ തീർത്ഥവളം തളിക്കൂലേ, ഇങ്ങനെ തളിച്ചു കൊടുക്കല്ലാണ്ട് ആവശ്യമില്ലാതെ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മു ഇല്ല. സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അതെ, തരാനോ? അതല്ല, പൂവതാ. അയ്യോ, പൂവ്. നിനക്ക് പൂവ് വേണമല്ലോ. എനിക്കറിയാം. ഓണമായിട്ട് പൂവ് തന്നില്ല പിന്നെ എന്തിനു ഭർത്താവടി ഞാൻ. അതെന്താന്നറിയട്ടാ, നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇങ്ങനെ പൂവൊക്കെ ചൂടുമ്പോ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിട്ട്. ആണ്. എന്റെ അമ്മൂനും പൂ ചൂടണമെന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. എന്നാലും പൂ വെച്ചിട്ട് റീൽസ് ചെയ്യണം. പൂ വെച്ചിട്ട് ഈ സെറ്റ് സാരിയെ കൊടുത്ത് റീൽസ് അതല്ലേ ഓണം എന്ന് പറയുമ്പോ പൂ വെച്ചിട്ട് റീൽസ് പൂ വെച്ച് റീൽസ് അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ പൂ വെച്ച് ഒരു റീൽസ് ഞാൻ ഒരു പാട്ടിട്ട് തരട്ടെ. പൂ വെച്ച് റീൽസ് ചെയ്യണേ. ഇത് പൂ വെച്ചുള്ള റീൽസ് അല്ലല്ലോ, ഇത് ഏതോ മൂഡ് വെച്ചുള്ള റീൽസ് ആണല്ലോ. ഈ റീൽസ് എങ്ങാനും ഞാൻ പോസ്റ്റ് ചെയ്ത ചേട്ടൻ കണ്ടോ, ലൈക്കും കമന്റ്സും കൊണ്ട് എന്റെ ഫോൺ പൊട്ടും. അതുകൊണ്ടാവും ഇതൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്ത് വിട്ടാൽ മതി. ഒരുപാട് ലൈക്കാ എല്ലാം. ഇതൊക്കെ നോക്കി നിൽക്കാൻ വേണ്ടി ഒരുപാട് ഒരു ഗ്യാങ് തന്നെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നു PRO വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ റീൽസ് കാണാനായിട്ട്, ലൈക്ക് ചെയ്യാനായിട്ട്. ഒരുമാതിരി ആക്കി വർത്താനം പറഞ്ഞത് ഞാൻ ചുമ്മാ പറഞ്ഞു. ഇല്ല, ഞാൻ ആ റീൽസ് ചെയ്യുന്നു പറഞ്ഞപ്പോ തൊട്ട് ചേട്ടൻ ഒരു എനിക്ക് മനസ്സിലായി. ഒരു ഓണായിട്ട് ഞാൻ ഇത്രയും സുന്ദരിയായിട്ട് ഒരു റീൽസ് ചെയ്തപ്പം ഒരുമാതിരി ഇല്ല, തമാശ പറഞ്ഞത്. അമ്മ പിണങ്ങല്ലേ, ഓണമല്ലേ, നല്ലൊരു ദിവസമല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴക്കുണ്ടാക്കല്ലേ എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രാമത്തെ ഓണാണെന്ന് അറിയാമോ? എത്രാമത്തെയാ? ചേട്ടൻ പറ, എത്രാമത്തെയാ? ഞാനല്ലേ ചോദിച്ചത്. അമ്മ പറ, എത്രാമത്തെ ഓണാ? പറ, എത്രാമത്തെ ഓണാ? ഇല്ലെന്നാ ഇരിക്കല്ലേ, എത്രാമത്തെ ഓണാ? 8 അല്ലേ? എത്രാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് എത്രാമത്തെ ഓണാന്ന് പറയാണ്ട് മനുഷ്യ നിങ്ങളെ ഞാൻ പറ. അത് വിടുന്നില്ല. എത്രാമത്തെ ഓണാന്ന് പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് പോയാ മതി. പൊന്നമ്മു, ഞാൻ പറഞ്ഞ വഴക്കൊന്നുമില്ല. ഇന്ന് നമ്മുടെ കല്യാണം കണ്ടിട്ട് എത്രാമത്തെ ഓണാ? ഇത് എത്രാമത്തെ ഓണാ? 10-12 ആയോ? എന്നെ കൊണ്ട് മര്യാദക്ക് ഇല്ല, വിടുന്നില്ല. എന്ത് സദ്യ? കല്യാണം കഴിഞ്ഞിട്ട് എത്രാമത്തെ ഓണാന്ന് പറയാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പച്ചവെള്ളം ഞാൻ തരത്തില്ല. അമ്മു, ഞാനൊരു കാര്യം നല്ലൊരു ദിവസമാണ്, വഴക്കിടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള എത്രാമത്തെ ഓണാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കത്തില്ല. വേണ്ടാന്ന് ഇല്ല. ഓണായിട്ട് നിങ്ങളിന്ന് പട്ടിണി കിടക്കും. പറ, കല്യാണം കണ്ടിട്ട് ഓണസദ്യ നീ തരൂലേ? തരില്ല. ഓണസദ്യ നീ തരൂലേ? നീ തരണം, ഞാൻ കഴിക്കും. ഈ വീടിന്റെ ഈ ഡെസ്ക് ഞാൻ ഓണസദ്യ കാണാം. ഓഹോ, ഞാൻ പറഞ്ഞ ഓണമായിട്ട് ഒരു നല്ല ദിവസമായിട്ട് ഉടക്കല്ലേ എന്ന്. ഹലോ, അഡ്രസ് ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. ഫുൾ പാക്കേജ്.
ഓക്കെ ശരി. നിങ്ങൾ ആർക്കാ ഫോൺ ചെയ്തേ? ആർക്കാ ഫോൺ ചെയ്തേ? സുഖി. അപ്പൊ ഞാനില്ലാണ്ട് സുഖിക്കാൻ പോവാണ് മോനെ അങ്ങോട്ട്. കാണണല്ലോ എനിക്കത്. സുഖിക്കാനല്ല, ഞാൻ സുഖി. അതായത് നമ്മൾ ആവശ്യമുള്ള സാധനം പറഞ്ഞാൽ അവരോട് എത്തിച്ചേരും. ഓണസദ്യ ഒരു പാഴ്സലോട് എത്തിച്ചേരും. അത് ഞാൻ കഴിച്ചിരിക്കും. പപ്പടം പഴം പായസം എല്ലാരും കൊണ്ടുവന്ന സദ്യ നിങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാട പൂവിളിയിൽ സാറല്ലേ പ്രകലാനന്ദൻ? പ്രകലാനന്ദൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഡെലിവറിക്കായിട്ട് അയ്യോ ചേച്ചി, ഡെലിവറി കേട്ടാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണസദ്യ അത് കൊണ്ടുവന്ന. അയ്യോ സദ്യ കൊണ്ട് വന്നേ മേഡം. സദ്യ ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ഞങ്ങള്. ഡെലിവറി ഞാൻ ഇവിടെ ഓണസദ്യ കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ കഴിച്ചിരിക്കും. എനിക്ക് കാണണമല്ലോ. നിങ്ങളും അവളും കൂടി ഇവിടുന്ന് ഓണസദ്യ കൊണ്ട് നിങ്ങൾ അന്ത്യ സദ്യ ആയിരിക്കും. നിങ്ങൾ 16 ഫുഡ് കഴിക്കാം. ഓക്കെ, സാറിനൊന്നും വിളിക്കണമെന്നില്ല. ഏട്ടാന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ പലതും പറയും. നീ ആരാ ചോദിക്കാൻ? നീ ഇവിടെ മാറി ചെല്ലിപ്പോ. നീ ഇതിന് ഓണസദ്യയുടെ ഫുഡ് കഴിക്കണ്ടേ? ഓക്കെ, പാക്കേജ് ആണ്. വെറുതെ ഇതൊരു പാക്കേജ് ആണ്. ഓക്കെ, ഇത് പാക്കേജ് ആണ്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഒരു പാക്കേജ്. ഞങ്ങളുടെ പാക്കേജിൽ 2000 രൂപ കൊടുത്താൽ മതി. ഒരു പാക്കേജ് ആണ്. എന്താ ചോറ് ഇത്രയും മതിയോ? മതി മതി മതി. കുറച്ച് സ്പീഡാക്കിയാ മതി. പെട്ടെന്ന് ആയിക്കോട്ടെ. മതി. സാം 6 വേണോ? എന്തോ സാം 6 അന്ന് വെച്ചാല് സാമ്പാർ ഇംഗ്ലീഷിൽ അടിച്ചതല്ലേ? സാമ്പാർ 6 സാമ്പാർ 6 6 സാമ്പാർ 6. ഓ സാമ്പാർ അടിപൊളി അടിപൊളി. അത് നല്ല ഒരു അച്ച് 6 അച്ചാറ് കണ്ടുപടി. സാം 6 അച്ച് 6. പിന്നെന്താ ഉള്ളത്? പിന്നെ ഗ്രീനടി. ഓ അവള് പറഞ്ഞ അടിക്കുന്ന അവളെ. ഗ്രീനടി പച്ചടി. ഓ പച്ച പച്ച. ഓ ഗ്രീനടി. അപ്പൊ സാം 6 പച്ച 6 ഗ്രീനടി ഒക്കെ കൂട്ടി ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ സദ്യ കഴിക്കുന്നത് എങ്ങനെയാന്ന് കാണണല്ലോ. ഞാൻ വാരി തരാണ്ട് നിങ്ങൾ ഊണ് കഴിക്കാറുണ്ടോ മനുഷ്യ? ഞാൻ വാരിത്തരാം. ഞങ്ങളുടെ പാക്കേജ് ഇങ്ങനെയാ. പാക്കേജ് ആണ്. 2000 രൂപ പാക്കേജ് ആണിത്. ചുമ്മാതല്ല കഴിക്കുന്നത്. മനസ്സിലായോ? പാക്കേജ് ആണ്. അയ്യോ കുറച്ചുകൂടെ സാമ്പാർ കുറച്ചുകൂടെ. പാക്കേജ് 2000 രൂപയുടെ പാക്കേജാ. ഏട്ടാ ഇനി എന്തേലും വേണോ? ഒന്നും വേണ്ട. എന്തേലും എനിക്ക് സദ്യ കഴിച്ചു കഴിഞ്ഞാല് പിന്നെ എന്ന് പറഞ്ഞാ പണ്ടേ ഉള്ളൊരു ശീലമാണ് ഒരു പാട്ട് കേൾക്കുക എന്നുള്ളതാ. ഓണം വന്നല്ല ഊഞ്ഞാലാടണ്ടേ. അവിടെ കിടന്ന് ഒറ്റയ്ക്ക് അടിയാ മതി. ആട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് ഔരിയില്ല. ഓണം സദ്യ കഴിക്കണ്ട. സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ കഴിച്ച് ആവശ്യത്തിന്. കേട്ടാ വിട്ടോ. ഏട്ടാ വേറെ എന്തെങ്കിലും വേറെ പാട്ട് പാടാൻ അറിയില്ല കുട്ടിക്കല്ലേ? വേറെ എന്തെങ്കിലും പാക്കേജിൽ ഉൾപ്പെടുന്ന വേറെ എന്തെങ്കിലും? ഇല്ല, ഓണം ഇപ്പൊ നമ്മൾ എന്തായാലും എൻജോയ് ചെയ്തല്ലോ. അതിലെനിക്ക് വിഷയമില്ല. ഇനി ഒന്ന് ഉറങ്ങണം. അതെ, അകത്ത് ബെഡ്റൂമിൽ പോയി കിടന്നു ഉറങ്ങണം. ഞാൻ ഉറക്കാം ചേട്ടാ. ഞങ്ങൾ പാക്കേജിലുണ്ട്. പാക്കേജിൽ ഉറക്കമുണ്ടോ? പിന്നെ കഴിപ്പിക്കുക ഉറക്കുക. ആണോ? എന്നാ നമുക്ക് അകത്ത് പോയി ഉറങ്ങാം. ഉറങ്ങാൻ പാക്കേജിലുള്ള ഉറക്കം കൊണ്ടുപോകും. കണ്ട ആണുങ്ങളെ ബെഡ്റൂമിൽ കെട്ടി ഉറക്കുന്നതാണോ നിന്റെ സുഖി? ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. കുടുംബത്തോട്ട് എടുക്കുക കേട്ടാ. നീ എന്ത് ചെയ്യുന്നു? എനിക്ക് കാണാമല്ലോ. നിങ്ങൾ എന്താ പെൺപിള്ളെ കാണിക്കുന്നത്? എന്തോ കാണിക്കുന്നത്? അയ്യോ ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഭാഗം. ഏതിന്റെ ഭാഗം? ആ ഭാഗം നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചത്. ബാഗ് അവിടെ. അമ്മൂച്ചുണ്ടനും
തമ്മിലുള്ള അതിവാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഇതാ അമ്മു ചുണ്ടൻ ഇതാ സുഖീഷന് ഒരു അച്ചടി കൊടുത്തിരിക്കുകയാണ്. അടിയിൽ ഇതാ അമ്മു ചുണ്ടൻ ഒരു തവി വലിച്ചിരിക്കുകയാണ്. ആ തവിയിൽ നിന്നും രണ്ടുപേരുടെ ഉരുട്ടിപ്പിടുത്തം നടത്തുന്നു. അത് ആര് ജയിക്കും, ആര് തോക്കും? ഇതാ സുഖീഷ് ചുണ്ടൻ താഴെ വീണിരിക്കുകയാണ്. സുഖീഷ് ചുണ്ടൻ ഇതാ പിടിച്ചു നിൽക്കുന്നു. സാരി മടക്കി കുത്തി അവിടെ നേരെ ഒറ്റടി. അടിയിൽ 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 അമ്മു ചുണ്ടൻ ഇതാ തലയിറങ്ങി താഴെ വീണിരിക്കുന്നു. പോയാ വെറുതെ കോമ്പയർ ചെയ്ത് മടുത്തു. എന്താണ് നിങ്ങൾ എളിപ്പൊന്നല്ലാണ്ടോ ചിരിക്കുന്നെന്താ നിങ്ങൾ? അവളെന്നെ തല്ലിട്ട് പോയിട്ട് കണ്ടാ നിങ്ങള്? കണ്ട് എന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് ഈ ഓണമാകുമ്പോ ഓണത്തിന്റെ അവസാനമുള്ള ഒരു സംഭവമാണിത്. എന്താന്ന്? ഓണത്തല്ല്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ചിരിച്ചു. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോകാലോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ ചിരികൾ നമുക്ക് കാണാനുണ്ട്, കൂടുതൽ കൗണ്ടറുകൾ കേൾക്കാനുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.